ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോൾട്ട് മാർച്ച് ആൻഡ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. അപ്പൊ ഗാന്ധിജീന്റെ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതല്ലേ. ഇപ്പൊ കാലിഫാസ് എന്ന് പറയുന്നവര് ഓട്ടോമൻ ടർക്കി ഫസ്റ്റ് വേൾഡ് വാറിൽ ഡിഫീറ്റഡ് ആയപ്പോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ കോപ്പറേഷന്റെ കാര്യങ്ങൾ കൽക്കട്ട സെഷൻ കോൺഗ്രസിൽ പറയുകയും കാലിഫാസിന് സപ്പോർട്ട് ചെയ്യുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അവിടുന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു അനുമതി കിട്ടുകയും ചെയ്ത ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ മക്കളെ. അപ്പൊ നമ്മൾ ഇതില് ഗാന്ധിജിയുടെ വേറെ മൂവ്മെന്റ് ആയിട്ടുള്ള സോൾട്ട് മാർച്ചിനെ കുറിച്ചും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ കുറിച്ചുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. മഹാത്മാ ഗാന്ധി ഫൗണ്ട് ഇൻ സോൾട്ട് എ പവർഫുൾ സിമ്പിൾ. എന്താണ് പറയുന്നത് മക്കളെ? ഈ സോൾട്ടില് മഹാത്മാ ഗാന്ധി കണ്ടിട്ടുള്ളത് ഒരു പവർഫുൾ സിമ്പിൾ ആണ്. നമ്മുടെ നാഷനെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ സിമ്പിൾ ആണ് ആര് കണ്ടത്? മഹാത്മാ ഗാന്ധി ഈ ഒരു സോൾട്ടില് കണ്ടത് എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഓൺ 31st January 1930, അങ്ങനെ 1930 ജനുവരി 31 he sent a letter to Viceroy Irwin stating the 11 demands. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിട്ടുള്ള ലോർഡ് വൈസ്രോയ് അല്ലെ, ലോർഡ് ഇർവിന് ഒരു ഡിമാൻഡ് ഇതാക്കി, 11 ഡിമാൻഡ്സ് ഇതാക്കി എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് 11 ഡിമാൻഡ്സ് എന്ന് നമുക്ക് നോക്കിയാലോ. Okay, and some of this were of general interest. ചില ഡിമാൻഡ്സ് എന്ന് പറയുന്ന ജനറൽ ഇൻട്രസ്റ്റ് മാറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് അതേഴ്സ് വേർ സ്പെസിഫിക് ഡിമാൻഡ്സ് ഓഫ് ഡിഫറെന്റ് ക്ലാസ്സസ്. വേറെ കാര്യങ്ങൾ എന്ന് പറയുന്ന പല ഡിഫറെന്റ് ക്ലാസ്സസിലുള്ള ആളുകൾ പറയുന്ന ഡിമാൻഡ്സ് ആയിരുന്നു. വേറെ ഡിമാൻഡ്സ് എന്ന് പറയുന്ന ഫ്രം ഇൻഡസ്ട്രിയലിസ്റ്റ് ടു പെസൻസിന്റെ ഇൻട്രസ്റ്റ് ായിരുന്നു വേറെ ഡിമാൻഡ്സ് പറഞ്ഞിരുന്നത്. ദ ഐഡിയ വാസ് ടു മേക്ക് ദ ഡിമാൻഡ്സ് വൈഡ് റേഞ്ചിങ്. ഈ ഒരു ഐഡിയ എന്ന് പറയുന്ന ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ചിങ് ആണ് അല്ലെ. എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ആളുകളുടെ ഡിമാൻഡ്സ് ആയിരിക്കും ഇവരിലൂടെ പറയുന്നത് അല്ലെ. സോ ദാറ്റ് all classes within the Indian society could identify with them. അല്ലെ, ഇങ്ങനെയുള്ള ഡിമാൻഡ് എന്ന് പറയുമ്പോൾ വൈഡ് റേഞ്ചിങ്, വൈഡ് ഡിമാൻഡ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ പല ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിക്കോട്ടെ, വേറെ റീജിയൻസിലുള്ള അഗ്രികൾച്ചറലിസ്റ്റ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പെസൻസ് ആയിക്കോട്ടെ, എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഒരു റീജിയനിൽ ഒതുങ്ങുന്ന പ്രോബ്ലംസ് അല്ല ഇത് അല്ലല്ലേ മക്കളെ. അതാണ് പറയുന്നത് എവരി വൺ കുഡ് ബി ബ്രോട്ട് ടുഗദർ ഇൻ ദിസ് യുണൈറ്റഡ് ക്യാമ്പയിൻ. എല്ലാവരെയും ഇവിടെ യുണൈറ്റഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മക്കളെ? ഗാന്ധി ഫൗണ്ട് ഇൻ സോൾട്ട് എ പവർഫുൾ സിമ്പിൾ ദാറ്റ് കുഡ് യുണൈറ്റ് ദ നാഷൻ എന്നാണ്. ഓൺ 31st January 1913 he sent a letter to whom? It is Viceroy Irwin. ഒരു ലെറ്റർ ഗാന്ധിജി അയച്ചു. എന്തായിരുന്നു അതിലെ ഡിമാൻഡ്സ്? ജനറൽ ഇൻട്രസ്റ്റ് മാറ്റേഴ്സും ഉണ്ട്, മൊത്തത്തിൽ ആളുകളെ ബാധിക്കുന്ന ആളുകളും, അതുപോലെ തന്നെ പെർട്ടിക്കുലർ ഡിമാൻഡ്സ് ഓഫ് ഡിഫറെന്റ് ക്ലാസ്സസ് അല്ലെ. അത് ഇൻഡസ്ട്രിയലിസ്റ്റ് അതുപോലെ തന്നെ പെസൻസിന്റെ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ മൊത്തത്തില് ഈ ഒരു കൺട്രിയിലുള്ള എല്ലാ ക്ലാസ്സസിലുള്ള ആളുകൾക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാ പ്രോബ്ലംസും വൈഡ് റേഞ്ചിങ് ആണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലെ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ദ മോസ്റ്റ് സ്റ്റിറിംഗ് ഓഫ് ഓൾ വാസ് ദ ഡിമാൻഡ് ടു അബോളിഷ് ദ സോൾട്ട് ടാക്സ്. അപ്പൊ ഈ ഒരു സോൾട്ടിന്റെ കാര്യം പറയാൻ കാരണം എന്താന്ന് വെച്ചാല് പാവപ്പെട്ടവർക്ക് സോൾട്ട് വാങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ സോൾട്ടിന്റെ മുകളില് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയിട്ടുള്ള വലിയ നികുതിയാണ് കേട്ടോ. സോൾട്ട് വാസ് സംതിങ് കൺസ്യൂംഡ് ബൈ റിച്ച് ആൻഡ് പുവർ അലൈക്ക്. ആ ഒരു ടൈമിന് മുന്നേ വരെ എല്ലാവർക്കും, റിച്ചിനും പുവറിനും ആയിട്ടുള്ള ആളുകൾക്ക് ഒരേ രീതിയിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതായിരുന്നു സോൾട്ട് അല്ലെ. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഐറ്റംസ് ഓഫ് ഫുഡ്. എന്ന് വെച്ചാൽ പാവപ്പെട്ടവരായിക്കോട്ടെ പൈസക്കാരായ ആൾക്കാരായിക്കോട്ടെ രണ്ടുപേർക്കും ഒരേ രീതിയിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാവണം എന്ത് സോൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ സോൾട്ട് ടാക്സ് വന്നത് കൊണ്ട് ആർക്ക് എന്ന് വെച്ചാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു എസെൻഷ്യൽ ഫുഡ് ഐറ്റം മാത്രമായി മാറി എന്ത് മക്കളെ? സോൾട്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. And the tax on salt and the government monopoly over its production, Mahatma Gandhi declared, revealed the most oppressive phase of British rule. അങ്ങനെ ഈ സോൾട്ടിന്റെ മേല് ടാക്സ്
ഉൾപ്പെടുത്തി ആര് ഗവൺമെന്റ് അല്ലെ. അങ്ങനെ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷുകാരെ ഐഡിയ ആയിരുന്നു എന്ത് മക്കളെ, ദ ടാക്സ് ഓൺ സോൾട്ട് അല്ലെ. ആൻഡ് മഹാത്മാഗാന്ധി എന്താണ് ഡിക്ലെയർ ചെയ്തത്, ഇറ്റ് ഈസ് മോസ്റ്റ് ഒപ്രസീവ് ഫേസ്, ബ്രിട്ടീഷുകാരുടെ മോസ്റ്റ് ഒപ്രസീവ് ഫേസ് ആണ് ഇതിലൂടെ തുറന്നു കാട്ടിയത്. ഈ ഒരു ടാക്സ് ഇഷ്യൂ, ടാക്സ് ഓൺ സോൾട്ട് ഇഷ്യൂ തുറന്നു കാട്ടി. എന്ത് ആ ഒരു തുറന്നു കാട്ടി ബ്രിട്ടീഷുകാരുടെ ഒപ്രസീവ് റൂളാണ് മഹാത്മാഗാന്ധി തുറന്നു കാട്ടിയത് അല്ലെ മക്കളെ. എന്തൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, the most stirring of all was demand was to abolish what? Salt tax. Salt എന്ന് പറയുന്നത് എന്താണ് മക്കളെ? It was something consumed by rich and poor അല്ല. രണ്ടുപേർക്കും ഒരേ രീതിയിൽ കൺസ്യൂം ചെയ്യാൻ പറ്റണമെങ്കിൽ സോൾട്ട് ടാക്സ് അവിടെ അബോളിഷ് ആവണം അല്ലെ. അപ്പോ ഈ ഒരു ടാക്സ് ഓൺ സോൾട്ട് എന്നുള്ള ഒരു വിഷയം ഗാന്ധിജി നമുക്ക് ഇടയിലേക്ക് തുറന്നിട്ടത് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് ഒപ്രസീവ് റൂൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഈ ഒരു ടാക്സ് ഓൺ സോൾട്ട് എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞത്. എന്ന് വെച്ചാല് ഈ ഒരു ഗവൺമെന്റിന്റെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ, ഈ ഒരു സോൾട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇട്ടിട്ട് എന്ന് വെച്ചാൽ താഴെ ഇടയിലുള്ള ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്യൂം ചെയ്യാൻ പറ്റാത്തൊരു വസ്തുവായി മാറി എന്ത് മക്കളെ നമ്മൾ സോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യമാണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയാലോ. ഓക്കെ, മഹാത്മാഗാന്ധിസ് ലെറ്റർ വാസ് ഇൻ എ വേ ആൻ അൾട്ടിമേറ്റം. ഈ ഒരു ലെറ്റർ ലോർഡ് ഇർവിൻ എഴുതിയ ലെറ്റർ എന്ന് പറയുന്നത്, ഈ ഒരു ഡിമാൻഡ്സ് വെച്ച് എഴുതിയ ഒരു ലെറ്റർ ഉണ്ടല്ലോ, അത് വെച്ചൊരു വൈഡ് റേഞ്ചിങ്, അത് വൈറലായി മാറിയെന്നാണ് കേട്ടോ പറയുന്ന മക്കളെ. എങ്ങനെ? ഇഫ് ദ ഡിമാൻഡ്സ് വെയർ നോട്ട് ഫുൾഫിൽഡ് ബൈ മാർച്ച്, the letter stated the Congress would launch a civil disobedience campaign. ഇതിപ്പോ ഈ ലെറ്ററിലൂടെ ഒരു എന്താ പറയാ ഒരു ഡിസിഷൻ ഈ ഗവൺമെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് തുടങ്ങും, ഒരു സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ ഞങ്ങൾ തുടങ്ങും എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അല്ലെ. ഓക്കെ, ബട്ട് ഇർവിൻ വാസ് അൺവില്ലിംഗ് ടു നെഗോഷിയേറ്റ്. ഇർവിൻ വാസ് നോട്ട് അഗ്രീഡ് ടു ദ ഡിമാൻഡ്സ് ഓഫ് ഗാന്ധിജി എന്നാട്ടോ മക്കളെ പറയുന്നത്. ഗാന്ധിജിന്റെ ഈ ഒരു നിലപാടിനോട് ആര് യോജിക്കുന്നില്ല? ലോർഡ് ഇർവിൻ യോജിച്ചില്ല. സോ മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് ഹിസ് ഫേമസ് സോൾട്ട് മാർച്ച് accompanied by 78 ഓഫ് ഹിസ് ട്രസ്റ്റഡ് വോളണ്ടിയേഴ്സ്. അങ്ങനെ ഗാന്ധിജി ഒരു എന്ത് തുടങ്ങി? സോൾട്ട് മാർച്ച്. 78 ആളുകൾ അടങ്ങുന്ന ഒരു വോളണ്ടിയേഴ്സ് അടങ്ങുന്ന ഒരു മാർച്ച് നടത്തി എന്നാണ് പറയുന്നത്. ദ മാർച്ച് വാസ് ഓവർ 240 മൈൽസ്, 240 മൈൽസ് നടന്ന് നീങ്ങി ഗാന്ധിജിയും 78 അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള വോളണ്ടിയേഴ്സും എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഫ്രം ഗാന്ധിജീസ് ആശ്രം ഇൻ സബർമതി ടു ഗുജറാത്തി കോസ്റ്റൽ ടൗൺ ഓഫ് ദണ്ഡി, അതാണ് ദണ്ഡി സോൾട്ട് മാർച്ച് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോ ഗാന്ധിജീന്റെ കൂടെ 78 വോളണ്ടിയേഴ്സും അല്ലെ എത്ര കിലോമീറ്റേഴ്സ് നടന്നു നീങ്ങി മക്കളെ പറയുന്ന 240 മൈൽസ് അല്ലെ. ഫ്രം ഗാന്ധിജിയുടെ ആശ്രമമായിട്ടുള്ള സബർമതിയിൽ നിന്ന് ഗുജറാത്തി കോസ്റ്റൽ ടൗൺ ഓഫ് ദണ്ഡിയിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി എന്നുള്ളതാണ് അല്ലെ മക്കളെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദ വോളണ്ടിയേഴ്സ് ഇസ് വാക്ക്ഡ് ഫോർ 24 days. ഈ 78 വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ മക്കളെ, എത്ര ദിവസം നടന്നു നീങ്ങി എന്നാ പറയുന്നത് മക്കളെ? ഇറ്റ് ഇസ് 24 days. 24 ദിവസം അവര് നടന്നു. അബൌട്ട് 10 miles എ ഡേ. ഒരു ദിവസം അവർ എത്ര നടന്നു എന്നാണ് പറയുന്നത്? എത്ര കിലോമീറ്റേഴ്സ് നടന്നു മക്കളെ? ഇറ്റ് ഈസ് 10 miles. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ. ആൻഡ് thousands came to hear Mahatma Gandhi wherever he stopped, and he told them what he meant by Swaraj and urged them to peacefully defy the ബ്രിട്ടീഷ്. അപ്പൊ കുറെ പേര് ടയേർഡായി നിൽക്കുമ്പോ അവരോട് പറയും നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ റൂൾ ഇവിടെ നിർത്തലാക്കണ്ടേ എന്ന് പറയുമ്പോൾ അവരെ ബൂസ്റ്റപ്പ് ചെയ്യും ഗാന്ധിജി കേട്ടോ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. അങ്ങനെ എപ്പോ ഗാന്ധിജി ആ ദണ്ഡിയിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്? ഓൺ 6th April he reached ദണ്ഡി ആൻഡ് സെറിമോണിയലി വയലേറ്റഡ് ദ ലോ. ഈ ലോ വയലേറ്റ് ചെയ്തുകൊണ്ട് ഗാന്ധിജി മാനുഫാക്ചറിങ് സോൾട്ട് ബൈ ബോയിലിംഗ് സീ വാട്ടർ. അങ്ങനെ സോൾട്ട് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ഈ ഒരു വെള്ളം ചൂടാക്കിയിട്ട്. ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ്, ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ് ആണ് ഗാന്ധിജി, ഈ ഒരു മൂവ്മെന്റ് ആണ് എന്ത് മൂവ്മെന്റിലേക്ക് നയിച്ചത് മക്കളെ?
സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നിലവിൽ വരാൻ കാരണം ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ദ വോളണ്ടിയേഴ്സ് വാക്ക്ഡ് ഫോർ 24 days. ഇവരുടെ ഈ 78 വോളണ്ടിയേഴ്സ്, ഗാന്ധിജിന്റെ വിശ്വസ്തരായിട്ടുള്ള പ്രവർത്തകര് 24 ദിവസം ദണ്ഡിയിലേക്ക് നടന്നു നീങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ദിവസം എത്ര മൈൽസ് നടന്നു നീങ്ങി എന്നാ ടീച്ചർ പറഞ്ഞത്? 10 miles അല്ലെ. അപ്പൊ thousands were came to hear മഹാത്മാഗാന്ധി. ആയിരക്കണക്കിന് ആളുകളാണ് ഗാന്ധിജിന്റെ സ്പീച്ച് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് അല്ലെ. wherever he stopped, എവിടെ അദ്ദേഹം എന്ന് വെച്ചാല് ആയിരക്കണക്കിന് ആളുകൾ, ഇദ്ദേഹം ഇങ്ങനെ സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്. അവരോട് ഇങ്ങനെ സ്വരാജ്, നമ്മുടെ ഫ്രീഡത്തിന്റെ കാര്യം, അതായത് ബ്രിട്ടീഷുകാരുടെ ഈ അഗ്രസീവ് റൂളിനെ കുറിച്ചൊക്കെ പറയും. അങ്ങനെ കുറെ നടന്ന് 6th April അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു സോൾട്ട് ടാക്സ് വയലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം സോൾട്ട് ഇങ്ങനെ സീ വാട്ടറിൽ നിന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു? ഈ സോൾട്ട് ടാക്സ് ഇല്ലാതാക്കി എന്നുള്ളതാട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ്, ഇതാണ് എന്ത് മൂവ്മെന്റിലേക്ക് നയിച്ചത് മക്കളെ? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, and people were now asked not only to refuse cooperation with the British അല്ലെ, എന്ന് വെച്ചാൽ പീപ്പിൾ പറഞ്ഞു now asked not only to refuse cooperation with the British as they had done in 1921 to 29 but also to break colonial laws. എന്ന് വെച്ചാൽ ഈ ജനങ്ങൾക്ക് മനസ്സിലായി ഇനി ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു തരത്തിലുള്ള സഹകരണവും വേണ്ട, അവർ പറയുന്ന കൊളോണിയൽ നിയമങ്ങളൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യണം അല്ലെ. അങ്ങനെ thousands in different parts of the country, രാജ്യങ്ങളിലെ പല ഭാഗങ്ങളിലുള്ള ആളുകള് ഈ ഒരു സോൾട്ട് ലോ ഇല്ലാതാക്കാൻ വേണ്ടി വരികയും ആൻഡ് മാനുഫാക്ചേർഡ് സോൾട്ട് ഉണ്ടാക്കുകയും അങ്ങനെ ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് സോൾട്ട് ഫാക്ടറീസിന് മുന്നിൽ അവർ സമരം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. ആസ് ദ മൂവ്മെന്റ് സ്പ്രെഡ്, അങ്ങനെ ഈ ഒരു മൂവ്മെന്റ് നമ്മുടെ രാജ്യത്തൊട്ടാകെ പരന്നു. അങ്ങനെയോ ഫോറിൻ ക്ലോത്ത് വാസ് ബോയ്ക്കോട്ടഡ്, അങ്ങനെ അവര് ഈ ബ്രിട്ടീഷുകാരുടെ ഫോറിൻ ക്ലോത്ത് നമ്മൾ ഉപേക്ഷിച്ചു. ലിക്വർ ഷോപ്സ് വിയർ പിക്കറ്റഡ്, ആൻഡ് ഈ ലിക്വർ ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇല്ലാതാക്കി, ക്ലോസ് ഡൗൺ ആക്കി. പിക്കറ്റഡ് മീൻസ് ക്ലോസ് ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ആൻഡ് പെസൻസ് refused to pay revenue. വേറൊരു വലിയ ചേഞ്ച് വന്ന എന്താണ്? പെസൻസ് were refused, ഇനി ഞങ്ങൾ ടാക്സ് അടക്കില്ല, ഞങ്ങൾ ലാൻഡിന് മുകളിലൊരു ടാക്സ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ലാൻഡിന് മുകളിലൊരു ടാക്സ് ഞങ്ങൾ എന്തിനടയ്ക്കണം എന്നുള്ള രീതിയിലായി. പിന്നെ ചൗക്കിദാരി ടാക്സസ്, വില്ലേജ് ഒഫീഷ്യൽസ് resigned, and many places forest people violated the forest laws. ഫോറസ്റ്റിലുള്ള ആളുകൾ ഈ ഒരു ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന ഫോറസ്റ്റ് ലോസ് അവര് ഇല്ലാതാക്കി. ആൻഡ് ഗോയിങ് ഇൻ ടു റിസർവ്ഡ് ഫോറസ്റ്റ് ടു കളക്ട്, അങ്ങനെ അവര് ഫോറസ്റ്റ് ഇതിൽ നിന്ന് റിസർവ്ഡ് ഫോറസ്റ്റിലേക്ക് പോയിട്ട് വുഡൊക്കെ ശേഖരിക്കാൻ തുടങ്ങി, കാറ്റിലിനൊക്കെ റിയർ ചെയ്യാൻ തുടങ്ങി അല്ലെ. ഫോറസ്റ്റ് ലോസ് ഒക്കെ ഇല്ലാതാക്കിയിട്ട് അവരെന്ത് ചെയ്തു? ഫോറസ്റ്റിലേക്ക് കയറി ചെന്ന്, സ്വതന്ത്രരായി കയറി ചെന്ന് അവിടെ പോയിട്ട് വുഡ് കളക്ട് ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ കാറ്റിലിനെ ഗ്രേസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ മക്കളെ. പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. Worried by the developments, the colonial government began arresting the Congress leaders one by one. അങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒരു ഗാന്ധിജിന്റെ നേതൃത്വത്തിലുള്ള ഈ മൂവ്മെന്റ്സ് കണ്ടിട്ട് ഈ ബ്രിട്ടീഷുകാർ കുറെ കോൺഗ്രസ് ലീഡേഴ്സിനെ അപ്പാടെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെന്താ ഉണ്ടായത് നോക്കിയാലോ മക്കളെ. ദിസ് ലെഡ് ടു വയലന്റ് ക്ലാഷസ് ഇൻ മെനി പ്ലേസസ്. അങ്ങനെ പല സ്ഥലത്തും എന്താണ്, പല പ്ലേസസ് ആണ്. ഓക്കെ, പ്ലേസസിൽ എന്താണ് പല വയലന്റ് ആയിട്ടുള്ള അടിപിടിയായി. പിന്നെയോ വെൻ അബ്ദുൽ ഗാഫർ ഖാൻ, എ ഡിവോട്ട് ഡിസൈബിൾ ഓഫ് മഹാത്മാഗാന്ധി, ഗാന്ധിജീനെ എന്താണ് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹം എന്തായി? അറസ്റ്റഡ് ആയി. April 1930 ആംഗ്രി ക്രൗഡ്സ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് പെഷ്വാർ എന്ന് പറയുന്ന റീജിയനിൽ കുറെ ആളുകൾ എന്താണ് ദേഷ്യം പിടിച്ചിട്ട് റിവോൾട്ടിന് വേണ്ടി തയ്യാറായി നിന്നു. ഫേസിംഗ് ദ ആർമേർഡ് കാർസ് ആൻഡ് പോലീസ്. എന്തിനും റെഡി ആയിട്ടാണ് അവർ നിൽക്കുന്നത്. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി അവരുടെ ജീവൻ ത്യജിക്കാൻ പോലും റെഡി ആയിട്ടാണ് ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് ആയിട്ട് നമ്മുടെ ജനങ്ങൾ നിന്നിരുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? പെസൻസ് റിഫ്യൂസ് ടു പേ റവന്യൂ അല്ലെ. ഗാന്ധിജിന്റെ ഒരു പവർ, അവരുടെ
ഉള്ളിലുണ്ടായത് കൊണ്ട് അവരെന്ത് പറഞ്ഞു, ഇനി ഞങ്ങൾ റവന്യൂ പേ ചെയ്യില്ല. അത് വില്ലേജ് ഒഫീഷ്യൽസ് ഒക്കെ റിസൈൻ ചെയ്തു. അതുപോലെ മെനി പ്ലേസസിൽ ഫോറസ്റ്റ് പീപ്പിൾ ഓരോ ഫോറസ്റ്റ് ലോസ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ട് ഈ ഫോറസ്റ്റിലേക്ക് പോയിട്ട് വുഡ് കളക്ട് ചെയ്യാനും കാറ്റിലിനെ ഗ്രേസ് ചെയ്യാനും ഒക്കെ തുടങ്ങി എന്നുള്ളതാ പറയുന്നത്. പിന്നെയോ സെക്കൻഡ് പോയിന്റിൽ നോക്കിക്കേ, വെറീഡ് ബൈ ദ ഡെവലപ്മെന്റ്. ഈ ഒരു ഡെവലപ്മെന്റിൽ വെറീഡ് ആയിട്ട് കൊളോണിയൽ ഗവൺമെന്റ് ബിഗിൻ അറസ്റ്റിംഗ് ദ കോൺഗ്രസ് ലീഡേഴ്സ് വൺ ബൈ വൺ ആൻഡ് ദിസ് ലെഡ് ടു വയലന്റ് ക്ലാഷസ് ഇൻ മെനി പ്ലേസസ് എന്ന് പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിന്റെ ഡിസൈബിൾ ആയിട്ടുള്ള അബ്ദുൽ ഗാഫർ ഖാനെ ഏപ്രിൽ 1930 ആ ഒരു ദിവസം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ക്രൗഡ്സ്, ഇതിൽ നിന്ന് രോഷാകുലരായിട്ടുള്ള ആളുകള് പെഷ്വാർ റീജിയനില് സ്ട്രീറ്റില് റിവോൾട്ടിന് വേണ്ടി അണിനിരന്നു എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഒരു സ്റ്റോറി പോലെ നമുക്ക് ഇങ്ങനെ ഓരോ പോയിന്റ് വൈസ് നമുക്ക് പറഞ്ഞു പോവാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. ഓക്കെ, നെക്സ്റ്റ്. ഈ ഒരു കോൺഗ്രസ് ലീഡേഴ്സിന് ഒന്നൊന്നായിട്ട് അവർ കൊന്നെടുക്കാൻ തോന്നി. കുറെ പേരെ ജയിലിലിട്ടു. അങ്ങനെ കുറെ പാവപ്പെട്ട ജനതകളെ അവരെന്ത് കൊന്നൊടുക്കി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോ മഹാത്മാഗാന്ധി ഹിംസെൽഫ് വാസ് അറസ്റ്റ്. അങ്ങനെ നമ്മുടെ മഹാത്മാഗാന്ധിയും അറസ്റ്റിലായിപ്പെട്ടു. ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഇൻ ഷോലാപൂർ അറ്റാക്ട് പോലീസ്. ഇതില് രോഷാകുലരായിട്ടുള്ള ആളുകൾ ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തല്ലോ ബ്രിട്ടീഷുകാര് പോലീസുകാർ ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തപ്പോ ഷോലാപൂർ എന്ന റീജിയനിലുള്ള ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് മൊത്തം റിവോൾട്ട് ചെയ്തു. പോലീസ് പോസ്റ്റ് ഒക്കെ തച്ചുടച്ചു. പിന്നെന്താണ്, മുനിസിപ്പൽ ബിൽഡിങ്സും അതുപോലെ തന്നെ ലോക്കൌട്ട്സ്, റെയിൽവേ സ്റ്റേഷൻ, ഓൾ സ്ട്രക്ചേഴ്സ് സിംബലൈസ് ബ്രിട്ടീഷ് റൂൾ സിംബലൈസ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, മുനിസിപ്പൽ ബിൽഡിങ്സ് ആയിക്കോട്ടെ, ലോക്കൌട്ട്സ് ആയിക്കോട്ടെ, ഷോലാപൂർത്തെ ആ പ്ലേസിലുള്ള ബ്രിട്ടീഷ് റൂളിന്റെ സിംബലൈസ് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആളുകള് ബേൺ ചെയ്തു, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു. ഓക്കെ, A frightened government responded with a policy of brutal repression. ഇതൊക്കെ ഗവൺമെന്റിന് സഹിക്കോ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതൊന്നും സഹിച്ചില്ല. പീസ്ഫുൾ സത്യാഗ്രഹീസ് വെർ അറ്റാക്ട്. പീസ്ഫുൾ ആയിട്ട് സമാധാനത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സത്യാഗ്രഹീസിനെ അവർ കൊന്നൊടുക്കി. പിന്നെ എന്തൊക്കെയാ ചെയ്ത മക്കളെ? വിമൻ ആൻഡ് ചിൽഡ്രൻ വെർ ബീറ്റൺ. പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും അവര് വെറുതെ വിട്ടില്ല, അവരെയും അവര് കുറെ മർദ്ദിച്ചു. ആൻഡ് അബൌട്ട് 1 lakh people were അറസ്റ്റഡ്. 1 ലക്ഷത്തോളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? Many were killed due to oppressive rule of British government. And പിന്നെ മഹാത്മാഗാന്ധി himself was arrested. And what changes? And industrial workers in Sholapur attacked police post, municipal corporation buildings, lockouts and railway stations. And second point, a frightened government responded with a policy of brutal repression. Peaceful satyagrahis were attacked, women and children were beaten, and about 1 lakh people were arrested. Okay, next slide. ഈ ഒരു സിറ്റുവേഷനില് മഹാത്മാഗാന്ധി once again decided to call off the movement and entered into a pact with Irvin on 5th May 1931. അങ്ങനെ ഗാന്ധി പിന്നെ ഈ മൂവ്മെന്റ് ഇല്ലാതാക്കി. അറ്റാക്ക് കൂടി വരികയാണല്ലോ. അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു? ഇർവിനുമായിട്ട് ഒരു ഡിസ്കഷൻ 1931 5th മാർച്ചില് നടന്നു. ഈ ഒരു ഗാന്ധി-ഇർവിൻ പാക്റ്റില് ഗാന്ധിജി കൺസെന്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ബ്രിട്ടീഷുകാരുടെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അദ്ദേഹം ജോയിൻ ചെയ്യാം എന്ന് ഉറപ്പ് നൽകി. ഓക്കെ, ദ കോൺഗ്രസ് ഹാഡ് ബോയ്ക്കോട്ട് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ ലണ്ടൻ. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കോൺഗ്രസ്സുകാര് പങ്കെടുത്തില്ല. ഓക്കെ, ലണ്ടനിലായിരുന്നു അത് നടന്നിരുന്നത്. ആൻഡ് ഗവൺമെന്റ് അഗ്രി ടു റിലീസ് ദ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് അഗ്രി ചെയ്തു. ഈ ഗാന്ധിജി ഇതിൽ പങ്കെടുത്ത അഗ്രി ചെയ്തു. ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഡിസംബർ 1931 ഗാന്ധിജി ലണ്ടനിലേക്ക് പോയി. ഓക്കെ, പക്ഷെ അതൊന്നും നടന്നില്ല. ഈ പ്രിസണേഴ്സിനൊന്നും ഇതാക്കാൻ പറ്റും. ബാക്ക് ഇൻ ഇന്ത്യ ഹിറ്റ്സ് ഗവൺമെന്റ് ഹാഡ് ബിഗൺ എ ന്യൂ സൈക്കിൾ ഓഫ് റിപ്രഷൻ. ഇങ്ങനെ വലിയ രീതിയിൽ ഇതൊക്കെ ചെയ്യാമെന്ന് പറയും ഗവൺമെന്റ്, അതൊന്നും നിലവിൽ വരുത്തിയില്ല എന്നുള്ളതാണ് പരിതാപകരം. ഓക്കെ, അങ്ങനെ ഗാഫർ ഖാൻ ആൻഡ് നെഹ്റു വേർ ബോത്ത് ഇൻ ജയിൽ. അങ്ങനെ നെഹ്റുവും ഗാഫർ ഖാൻ രണ്ടുപേരും, ഗാഫർ ഖാൻ ആരാണ്? ഡിസൈബിൾ ഓഫ്
Mahatma Gandhi and Nehru jailai. Congress had been declared illegal and series of measures had been imposed to prevent meetings, demonstrations and boycott. അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ഈ ഗാഫർ ഖാനും നെഹ്റു ഒക്കെ ജയിലിലായപ്പോ കോൺഗ്രസ് ഹാഡ് ബീൻ ഡിക്ലെയർഡ് ഇലീഗൽ ആൻഡ് സീരിയസ് ഓഫ് മെഷേഴ്സ് ഹാഡ് ബീൻ ഇമ്പോസ്ഡ് ടു പ്രിവെന്റ് മീറ്റിംഗ്സ്. അല്ലെ? എല്ലാ വിധത്തിലുള്ള ഇതും ഒക്കെ തടയാൻ വേണ്ടി നോക്കി. എല്ലാ മീറ്റിംഗ്സും ഡെമോൺസ്ട്രേഷൻസ് ഗവൺമെന്റിനെതിരെ കുറെ വന്നു. വിത്ത് ഗ്രേറ്റ് ആപ്രിഹെൻഷൻ മഹാത്മാഗാന്ധി റീലോഞ്ച്ഡ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഇങ്ങനെ ഉള്ള കോൺഗ്രസ് ലീഡേഴ്സ് ഒക്കെ ജയിലിലായിപ്പെട്ടില്ലേ? അപ്പൊ ഗാന്ധിജി എന്ത് കൊണ്ടുവന്നു? പിന്നെയും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിച്ച അതേ മൂവ്മെന്റ് അദ്ദേഹം റീലോഞ്ച് ചെയ്തു. ഫോർ ഓവർ എ ഇയർ ദ മൂവ്മെന്റ് കണ്ടിന്യൂഡ് ബട്ട് ബൈ 1934 ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് മൂവ്മെന്റ്. ഒരു വർഷത്തേക്ക് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നിലനിന്നു. പക്ഷേ അത് എന്ത് ചെയ്തു? 1934 അതിന്റെ ഒരു എന്താണ് പ്രശസ്തി കുറഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൗ പാർട്ടിസിപ്പൻസ് സോ ദി മൂവ്മെന്റ്. എങ്ങനെയാണ് പാർട്ടിസിപ്പൻസ് ഈ ഒരു മൂവ്മെന്റിനെ കണ്ടത് എന്ന് നോക്കിയാലോ? ഇതിൽ പങ്കെടുത്ത ആളുകള്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കളെ. ഇൻ ദ കൺട്രി സൈഡ് റിച്ച് പെസന്റ് കമ്മ്യൂണിറ്റീസ് ലൈക്ക് ദ പാറ്റിഡാസ് ഓഫ് ഗുജറാത്ത് and Jats of Uttar Pradesh were active in the movement. ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ പങ്കെടുത്തവരായിരുന്നു ആരൊക്കെ മക്കളെ? പെസന്റ് കമ്മ്യൂണിറ്റീസിൽ പെട്ടിട്ടുള്ള പാറ്റിഡാസ് ഓഫ് ഗുജറാത്ത് and Jats of Uttar Pradesh were very active in this movement. Being the producers of commercial crops, they were very hard hit by the trade depression and falling prices. ഇങ്ങനെ പല എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്രഷൻ, എക്കണോമിക് ഡിപ്രഷൻ വന്ന് വളരെയധികം ഇവരെ ബാധിച്ചു എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. ആസ് ദി ക്യാഷ് ഇൻകം ഡിസപ്പിയർഡ്, they found it impossible to pay government revenue. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഗവൺമെന്റിന് റവന്യൂ അടയ്ക്കാൻ പറ്റുള്ളൂ, ഈ ഒരു പെസൻസിന്. പക്ഷെ ഈ ഒരു എക്കണോമിക് ഡിപ്രഷൻ വന്നതുകൊണ്ട് എവിടുന്ന് അവർക്ക് പൈസ കിട്ടാതെയായി, ഗവൺമെന്റ് റവന്യൂസ് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആൻഡ് ദ റിഫ്യൂസൽ ഓഫ് ദ ഗവൺമെന്റ് ടു റെഡ്യൂസ്. അങ്ങനെ ഗവൺമെന്റ് പറഞ്ഞു എന്ത് ഡിപ്രഷൻ ഉണ്ടായിക്കോട്ടെ, എന്ത് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റ് റവന്യൂ കിട്ടണം എന്ന് പറഞ്ഞു കേട്ടോ മക്കളെ. ദിസ് ഡിമാൻഡ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് റിസെന്റ്മെന്റ്. ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, ഇവരെ ഒരു റിവോൾട്ടില് ഇതിനൊക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. കൺട്രി സൈഡിലുള്ള റിച്ച് പെസൻസ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഗുജറാത്തിലെ പാറ്റ്ഡാസ് ആൻഡ് ജാറ്റ്സ് ഓഫ് ഉത്തർപ്രദേശ് വെർ ആക്റ്റീവ് ഇൻ ദ മൂവ്മെന്റ്. ബട്ട് ആസ് ദിയർ ക്യാഷ് ഇൻകം ഡിസപ്പിയർഡ് ഡ്യൂ ടു ട്രേഡ് ഡിപ്രഷൻ, they were impossible to pay the government revenue. ഓക്കെ, അങ്ങനെ ഈ ഒരു ഗവൺമെന്റ് റിഫ്യൂസലിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഈ പെസൻസ് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയാലോ. അല്ലെ, ഈ റിച്ച് പെസൻസ് എന്ന് പറയുന്നത് പാറ്റിഡാസ് ഓഫ് ഗുജറാത്ത് ആയിക്കോട്ടെ, ജാറ്റ്സ് ഓഫ് ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, അവരൊക്കെ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നവരാണ്? ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ആൻഡ് ഓർഗനൈസിംഗ് ദിയർ കമ്മ്യൂണിറ്റീസ് and at times forcing reluctant members to participate in the boycott program. ഇവരിൽ കുറച്ച് ആളുകള് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളെയും എന്താക്കി ഇവരുടെ മൂവ്മെന്റിൽ അവരെ ജോയിൻ ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. For them the fight for Swaraj was a struggle against the high revenues. അവർക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ഫ്രീഡം ഗെയിൻ ചെയ്യുന്നതിലുപരി ഈ റവന്യൂ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. But they were deeply disappointed when the movement was called off in 1930 without the revenue rates being revised. പക്ഷെ ഇത് 1931 ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അവിടെ എൻഡ് ആയപ്പോൾ അല്ലെ ആളുകള് എന്താ ഇവിടെയുള്ള പെസൻസിന് വളരെ അവർ വിഷമകരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ ആയിരുന്നു പോയത്. എന്ന് വെച്ചാൽ ഒരു റവന്യൂവിൽ ചേഞ്ച് വരുന്നതിന് മുൻപേ ആണ് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നിർത്തലാക്കിയത് അല്ലെ. സോ വെൻ ദ മൂവ്മെന്റ് വാസ് റീസ്റ്റാർട്ടഡ് ഇൻ 1932, അങ്ങനെ 1932 റീസ്റ്റാർട്ട് ആക്കി മെനി ഓഫ് ദം റിഫ്യൂസ് ടു പാർട്ടിസിപ്പേറ്റ്. എന്ന് വെച്ചാൽ 1931 ഇത് കോൾഡ് ഓഫ് പിൻവലിച്ചത്, ഗാന്ധിജി പിൻവലിച്ചത് ഇവരെ ഡീപ്ലി ഡിസപ്പോയിന്റഡ് ആക്കി. പക്ഷെ ഇത് 1932 പിന്നെ വന്നപ്പോ ഇവരൊന്നും പിന്നെ എന്ത് ചെയ്തില്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മക്കളെ പറയുന്നത്. The poorer peasantry were not just interested in the lowering of revenue demands. അവരത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല ഇങ്ങനെ ഇതിന്റെ കുറച്ച്. Many of them were small tenants cultivating land they had rented from landlords. അല്ലെ,
The poorer peasantry were not just interested in the lowering of revenue demand. എന്ന് വെച്ചാല് ഈ poor ആയിട്ടുള്ള ആളുകൾ ഈ ഒരു റവന്യൂ താത്തണം എന്നുള്ള ഇതില് എന്താ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. അവർക്ക് എന്ന് വെച്ചാല് ചെറിയ ലാൻഡ് ആയിക്കോട്ടെ, അത് ചെറിയ വാടകയ്ക്ക് ലാൻഡ് ലോഡ്സിൽ നിന്ന് കിട്ടി കൾട്ടിവേറ്റ് ചെയ്യുന്ന മാത്രം അവർക്കുള്ള. ആസ് ദ ഡിപ്രഷൻ കണ്ടിന്യൂ, അങ്ങനെ എക്കണോമിക് ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്യുന്നു, ക്യാഷ് ഇൻകംസ് ഒക്കെ അല്ലെ കുറഞ്ഞു, അങ്ങനെ സ്മോൾ ടെനൻസിന് എന്തായി ഡിഫിക്കൽട്ട്, അവർക്കും റെന്റ് ചെയ്യാൻ പറ്റാത്ത, ഡിപ്രഷൻ വന്നതിന് ശേഷം ഈ സ്മോൾ ടെനൻസിന് വളരെ വലിയ രീതിയിൽ തന്നെ ഇവരെയും ബാധിച്ചു. അവർക്ക് റെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ. they were unpaid rent to the landlord. they joined a variety. അതുകൊണ്ട് തന്നെ ഇവരും പല റാഡിക്കൽ മൂവ്മെന്റ്സിൽ ജോയിൻ ചെയ്തു അല്ലെ. ഓഫൺ ദാറ്റ് ഇസ് ലെഡ് ബൈ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഓർഗനൈസ് ചെയ്യുന്ന റാഡിക്കൽ മൂവ്മെന്റ്സിൽ ആര് ജോയിൻ ചെയ്തു എന്നാ പറയുന്നത്? നമ്മുടെ ഈ പുവർ ടെനൻസ് ജോയിൻ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ആൻഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ, അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാർ ടൈമില് എന്താണ്, the Indian merchants and industrialists had made huge profit and become powerful. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായികൾ വലിയ പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് കേട്ടോ. Keen on expanding their business, they now reacted against colonial policies that restricted business activities. ഇവർ എന്തിനെതിരെയാണ്? ചില കൊളോണിയൽ പോളിസീസ് അല്ലേ ഇന്ത്യൻ ബിസിനസ്മാനെ പല ആക്ടിവിറ്റീസിൽ നിന്ന് നിയന്ത്രിക്കുന്ന ആ ഒരു പോളിസിക്കെതിരെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. They wanted protection against the imports of foreign goods and a rupee sterling foreign exchange ratio that would discourage imports. ഇവർ എന്തിനായിരുന്നു? They wanted protection against, എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഫോറിൻ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് വേണമായിരുന്നു അല്ലെ. ആൻഡ് ടു ഓർഗനൈസ് ബിസിനസ് ഇൻട്രസ്റ്റ് ദേ ഫോം ദി ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ കോൺഗ്രസ് ഇൻ 1920. ഇങ്ങനെയുള്ള ബിസിനസ് മാന്, ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയലിസ്റ്റിന് കൂടുതൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ഫോം ചെയ്തു മക്കളെ? ഇറ്റ് ഈസ് പറഞ്ഞ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ കോൺഗ്രസ് ഇൻ 1920. Okay, and the Federation of Indian Chamber of Commerce and Industries, അത് വേറൊരു ഓർഗനൈസേഷൻ ആണ് ഇവരുടെ. എന്ന് വെച്ചാല് ഇവരെന്ന് വെച്ചാൽ വലിയ പ്രോഫിറ്റ്, ഫസ്റ്റ് വേൾഡ് വാർ ആ ടൈമിൽ ഇൻഡസ്ട്രിയലിസ്റ്റിന് കൂടുതൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ഈ കൊളോണിയൽ പോളിസി കുറെയൊക്കെ ഈ ബിസിനസ് ആക്ടിവിറ്റീസിന് റെസ്ട്രിക്ട് ചെയ്തെങ്കിലും അവർക്ക് കൂടുതൽ ഫോറിൻ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്താൽ ദേ വാണ്ടഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ഇമ്പോർട്ട്സ് ഓഫ് ഫോറിൻ ഗുഡ്സ്. എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ഇങ്ങനെ ഫോറിൻ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെ. പിന്നെന്താണ്, ഇതിന് വേണ്ടിയിട്ട് ഇവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓർഗനൈസേഷൻ അവർ ഫോം ചെയ്തു. ഏതൊക്കെയാണ് മക്കളെ ആ ഓർഗനൈസേഷൻസ്? ഇറ്റ് ഈസ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ കോൺഗ്രസ് ഇൻ 1920. ഫസ്റ്റ് വൺ ഇതാണ്, ഇന്ത്യൻ Industrial and Commercial Congress, and second one Federation of Indian Chamber of Commerce and Industries. എപ്പോഴാണ് നിലവിൽ വന്നത്? 1927 മക്കളെ നിലവിൽ വന്നത്. ഇതില് ഈ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് പ്രൊമിനന്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള പുരുഷോത്തം ദാസ്, താകൂർ ദാസ് ആൻഡ് G.D. Birla. The industrialists attacked the colonial control over the Indian economy. അല്ലെ, ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള കൊളോണിയൽ പവേഴ്സ് ഒക്കെ ഇല്ലാതാക്കാൻ നോക്കി. ആൻഡ് സപ്പോർട്ടഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ they gave ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് റിഫ്യൂസ് ടു ബൈ ഓർ സെൽ ഇമ്പോർട്ടന്റ് ഗുഡ്സ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുത്തു, അതുപോലെ തന്നെ റിഫ്യൂസ് ടു ബൈ ഓർ സെൽ ഇമ്പോർട്ടന്റ് ഗുഡ്സ്. ഇവർ ഫോറിൻ ഗുഡ്സ് എന്ത് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്നതിന് എതിരായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ വേറെ സ്ലൈഡിൽ കണ്ടല്ലോ. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടന്റ് ഗുഡ്സ്, ഫോറിൻ ഗുഡ്സിന് ഇൻട്രസ്റ്റഡ് ആണ്, ഇന്ത്യൻ ഗുഡ്സിന് അത്ര ഇത് കിട്ടില്ല, ലാഭം കിട്ടില്ല. അതുകൊണ്ടാണ് ഇനിയൊരു ഇമ്പോർട്ടിങ്, ഇങ്ങനെയുള്ള ഫോറിൻ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇതുണ്ടാവരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ
ദേ ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് കൂടുതൽ അവർക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയും ഇങ്ങനെ ദേ റെഫ്യൂസ് ടു ബൈ ഗുഡ്സ് അല്ലെ, ഇമ്പോർട്ടന്റ് ഗുഡ്സ് അവര് ബൈ ചെയ്യാതെ നിന്നു. Okay, most businessmen came to see Swaraj as a time when colonial restrictions on business would no longer exist and trade and industry would flourish without constraints. ബ്രിട്ടീഷുകാരുടെ ഒരു പവറിംഗ് റൂൾസും ഇല്ലാതെ ബിസിനസ് നടത്താൻ വേണ്ടി, ട്രേഡ് നടത്താനുള്ള ടൈമിലാണ് ഇത്തരം ബിസിനസ്മാന് വന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? പ്രൊമിനന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നു. ആരൊക്കെയാണ് ആ പ്രൊമിനന്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് പറഞ്ഞേ? അവരുടെ എന്താ പറയാ കുറെ കീഴിലുള്ള ഇൻഡസ്ട്രിയലിസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവർ ഇൻഡസ്ട്രിയലിസ്റ്റ് അറ്റാക്ട് കൊളോണിയൽ കൺട്രോൾ ഓവർ ദ ഇന്ത്യൻ എക്കണോമി. എന്ന് വെച്ചാൽ ഈ ഫോറിനേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ട്രേഡേഴ്സിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടാതെ വരും അല്ലെ. അതിനെതിരാണ് പുരുഷോത്തം ദാസ് താക്കൂർ ദാസ് ആൻഡ് GD ബിർള പോലുള്ളവർ വന്നത്. അവർ എന്തെങ്കിലുമൊക്കെ ജോയിൻ ചെയ്തു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലൂടെ ജോയിൻ ചെയ്തു. ആൻഡ് ദേ ഗേവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് റെഫ്യൂസ് ടു ബൈ ഓർ സെൽ imported goods. Okay, next നോക്കിക്കേ. But after the failure of Round Table Conference, അങ്ങനെ Round Table Conference utterly failure ആയി, പരാജയമായി. Business group were no longer uniformly enthusiastic. They were apprehensive of the spread of militant activities. എന്ന് വെച്ചാൽ ബിസിനസ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോളിസീസ് ഒന്നും ഈ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഉണ്ടായിരുന്നില്ല. അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്ററി ഗ്രൂപ്പിനെയാണ്. ഓക്കെ, അങ്ങനെ ഈ ഇന്ത്യൻ ട്രേഡേഴ്സ് വിഷമിച്ചു. എന്താന്ന് വെച്ചാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോളിസീസ് ഒന്നും വന്നതില്ലെങ്കിൽ എന്താണ്, അവരുടെ ബിസിനസ് ഫുള്ള് നശിക്കും അല്ലേ. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ആൻഡ് ദ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസസ് ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇൻ ലാസ്റ്റ് number except in Nagpur region. As the industrialists came closer to Congress, workers stayed aloof. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ്സസ് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കുറച്ച് മുമ്പൊക്കെ. പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആയില്ല എന്ന രീതിയിലാണ് പിന്നെ അവർ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നത്. ഓക്കെ, ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് സം വർക്കേഴ്സ് ഡിഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. എന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് കുറെ പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ചില വർക്കേഴ്സിന് എതിരായിരുന്നു, ചില വർക്കേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുമ്പോൾ ചില ബിസിനസ്മാൻ ഇതിനെതിരാവും. ഓക്കെ, and in spite of some workers did participate in civil disobedience movement, selectively adopting some of the ideas of Gandhian program. അങ്ങനെ അവരുടെ ഇതില് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഗാന്ധിയൻ ഐഡിയൽസ് സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. എന്തൊക്കെ ഐഡിയൽസ് നോക്കിക്കേ? ബോയ്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് as a part of their own movements against low wages and poor working condition. ചില ഇൻഡസ്ട്രിയലിസ്റ്റ് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്താണ്, അവര് ഈ വർക്കേഴ്സ് എന്ത് ചെയ്തു? ഈ ഫോറിൻ ഗുഡ്സ് ഒക്കെ അവർ ബോയ്ക്കോട്ട് ചെയ്തു. ഇനി അങ്ങനെയുള്ളതിന്റെ മേലിൽ ഞങ്ങൾ ഒരു വർക്ക് നടത്തില്ല. പിന്നെന്താണ്, അതുപോലെ തന്നെ അവർക്ക് ലോ വേജസ് ആണ് കിട്ടുന്നത്, അതുകൊണ്ട് ഇവരൊക്കെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ ജോയിൻ ചെയ്തു. പിന്നെന്താണ്, ആൻഡ് പൂർ വർക്കിംഗ് കണ്ടീഷൻ ആണ്. എന്ന് വെച്ചാൽ ഫാക്ടറിയിലൊക്കെ അത്രയും അൺഹൈജീനിക് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെ, അവർ അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടും കൂടെ അവര് വർക്കേഴ്സ് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അവർ ജോയിൻ ചെയ്തതിനു ശേഷം എന്തൊക്കെ സ്ട്രൈക്സ് ആണ് ഉണ്ടായതെന്ന് നോക്കിയാലോ. And there were strikes by railway workers in 1913 and dock workers in 1932. Railway workers സമരം നടത്തി ഏത് വർഷം? 1932. and dock workers in 1932. അല്ലെ, റെയിൽവേ വർക്കേഴ്സ് സ്ട്രൈക്സ് നടത്തിയത് 1930ലും ഡോക്ക് വർക്കേഴ്സ് സ്ട്രഗിൾ നടത്തിയത് 1932ലുമാണ് കേട്ടോ മക്കളെ. In 1930, thousands of workers in Chota Nagpur tin mines wore Gandhi caps. 1930ല് ആയിരക്കണക്കിന് ആളുകള് ചോട്ടാ നാഗ്പൂരിലെ ടിൻ മൈൻസിലുള്ള ആളുകൾ ഗാന്ധിന്റെ പോലുള്ള ക്യാപ്സ് ഒക്കെ ധരിച്ചിട്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് റാലീസ് ഒക്കെ നടത്തി, ക്യാമ്പയിൻസ് ഒക്കെ ചില ബോയ്ക്കോട്ട് ക്യാമ്പയിൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. But the Congress was reluctant to include workers' demand as parts of its program of struggle. പക്ഷേ ഇവരെന്തായാലും ഈ കോൺഗ്രസ് ലീഡേഴ്സ് ഇങ്ങനെ ഈ വർക്കേഴ്സിന്റെ ഡിമാൻഡ് എത്ര ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. It is that this would alienate industrialists and divide and imperial forces. എന്ന് വെച്ചാല്
ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ സൈഡായിട്ട് എന്ന് വെച്ചാൽ അവരെ ഇമ്പീരിയൽ ഫോഴ്സസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൊത്തത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ പാർട്ടിസിപ്പേഷൻ. ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ കൂടുതൽ ആളുകൾ സ്ത്രീകളായിരുന്നു, കൂടുതൽ സ്ത്രീകൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ നെക്സ്റ്റ്, ഡ്യൂറിങ് ഗാന്ധിജി സോൾട്ട് മാർച്ച്. അങ്ങനെ ഗാന്ധിജിന്റെ സോൾട്ട് മാർച്ചില് thousands of women came out of their homes to listen to him. ഗാന്ധിജി സോൾട്ട് മാർച്ച് നടത്തിയല്ലോ, അപ്പോൾ കുറെ സ്ത്രീകള് വീടുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിന് സ്പീച്ച് കേൾക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ പ്രൊട്ടസ്റ്റ് മാർച്ചസ്. ഇങ്ങനെ സ്ത്രീകൾ പല മാർച്ചസിൽ പങ്കെടുത്തു. പിന്നെയോ മാനുഫാക്ചേർഡ് സോൾട്ട് മാനുഫാക്ചർ ചെയ്തു, ഉണ്ടാക്കി. ആൻഡ് ഫിക്കറ്റഡ് ഫോറിൻ ക്ലോത്ത് ആൻഡ് ലിക്വിഡ് ഷോപ്സ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഫോറിൻ ക്ലോത്തും ലിക്വിഡ് ഷോപ്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു. ആൻഡ് മെനി വെന്റ് ടു ജയിൽ. കുറെ സ്ത്രീകൾ ജയിലിൽ പോയിട്ടുമുണ്ട്. ഇൻ അർബൻ ഏരിയ ദിസ് വിമൻ വേ ഫ്രം ഹൈ കാസ്റ്റ് ഫാമിലീസ്. സിറ്റി ഏരിയയിലൊക്കെ ഈ സ്ത്രീകൾ ഹൈ കാസ്റ്റ് ഫാമിലീസിലുള്ള സ്ത്രീകളായിരുന്നു. റൂറൽ ഏരിയാസിലോ ദേ കെയിം ഫ്രം റിച്ച് പെസന്റ് ഹൗസ്ഹോൾഡ്സിൽ നിന്ന് വന്നവരായിരുന്നു. മൂവ്ഡ് ബൈ ഗാന്ധിസ് കോൾ ദേ ബിഗിൻ ടു സീ സർവീസ് ടു നാഷൻ ആസ് എ സാക്രഡ് ഡ്യൂട്ടി ഓഫ് വിമൻ. ഗാന്ധിജിന്റെ ഐഡിയൽസിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സ്ത്രീകൾ എന്തിലേക്ക് വന്നത് മക്കളെ, ഈ ഒരു ഫ്രീഡം നേടിയെടുക്കാൻ. എന്താ വെച്ചാൽ ഇത് നമ്മുടെ സാക്രഡ് ഡ്യൂട്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ത്രീകൾ ഇത്തരം ഇതിൽ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. This increased the public role did not necessarily mean any radical changes in the way the position of women was visualized. ഗാന്ധിജി പറഞ്ഞത് ഇറ്റ് വാസ് ദ ഡ്യൂട്ടി. ഗാന്ധിജിയുടെ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് വിമൻ ടു ലുക്ക് ആഫ്റ്റർ ഹോം ആൻഡ് ഹെർത്ത്, ബി ഗുഡ് മദേഴ്സ് ആൻഡ് ഗുഡ് വൈഫ്സ്. ഈ ഒരു this increased public role did not necessarily mean any radical change in the way the position of women was visualized. എന്ന് വെച്ചാൽ ഈ ഒരു ഇതില് പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ എന്താണ് പുറത്തേക്ക് കടന്ന് വലിയ സ്വതന്ത്രമായിട്ട് നല്ല ജോബ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഈ വീടുകളിൽ ഒതുങ്ങാത്ത രീതിയിലുള്ളതാണ്. പക്ഷെ അത്ര വലിയ ചേഞ്ചസ് ഒന്നും അവരുടെ ലൈഫിൽ ഉണ്ടായില്ല. ഗാന്ധിജി പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ദ ഡ്യൂട്ടി. സ്ത്രീകളുടെ ഡ്യൂട്ടിയാണ് കുട്ടികളെ നോക്കുന്നത്, വീട് നല്ല രീതിയിൽ നോക്കുക, നല്ല അമ്മമാരോ നല്ല ഭാര്യമാരാവുക എന്നുള്ള രീതിയിൽ. അത് ശരിക്കും അവരായി കഴിഞ്ഞു അല്ലെ. ബട്ട് ആൻഡ് ഫോർ എ ലോങ് ടൈം കോൺഗ്രസ് വാസ് റിലക്റ്റന്റ് ടു അലൗ വുമൻ ടു ഹോൾഡ് എനി പൊസിഷൻ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, കോൺഗ്രസ്സുകാരൊന്നും ഈ വിമനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള പോളിസി അവർ കൊണ്ടുവന്നില്ല. അവരെ അതോറിറ്റി പൊളിറ്റിക്സിൽ എന്താണ് ഒരു റോൾ പ്ലേ ചെയ്യാൻ പോലും അവരെ അഗ്രി ചെയ്തില്ല എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവര് ഈ സ്ത്രീകൾ ഈ ഒരു ഇതിലേക്ക് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലേക്ക് ജോയിൻ ചെയ്യാൻ വന്നത് തന്നെ അവരുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്യാണ്, ഈ സ്ത്രീകളെ ഇങ്ങനെ താഴെത്തട്ടിലാക്കി സൈഡ് ലൈൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. Harijan or the children of God organized satyagraha to secure them entry. Harijan എന്ന് വെച്ചാൽ ലോവർ കാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇല്ലേ, അവരെന്ന് വെച്ചാൽ ഈ സത്യാഗ്രഹയിൽ ജോയിൻ ചെയ്തു. അവരെന്തിനാണ് ഈ സത്യാഗ്രഹയിൽ ജോയിൻ ചെയ്തത് മക്കളെ? ഇറ്റ് ഈസ് ടു സെക്യൂർ ദം എൻട്രി. ഇവർക്ക് അമ്പലത്തിൽ പോകാനുള്ള അവകാശമില്ലായിരുന്നു. ആൻഡ് പബ്ലിക് വെൽസ്, പൊതു കിണർ ആക്സസ് ചെയ്യാനുള്ള അവകാശമില്ല. ടാങ്ക്സ്, റോഡ്സ്, സ്കൂൾസിലൊന്നും പോകാനുള്ള അവകാശവുമില്ല. ഓക്കെ, അതാണ് ഹരിജൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സെക്ഷൻ ഓഫ് പീപ്പിളിന് സെക്ഷൻ ഓഫ് പീപ്പിൾ ഈ സത്യാഗ്രഹയിൽ ജോയിൻ ചെയ്ത് തന്നെ അവർക്ക് എൻട്രി ലഭിക്കണം. എന്തിലൊക്കെ? ടെമ്പിൾസ്, അമ്പലത്തിൽ പോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ പബ്ലിക് വെൽസ് എല്ലാവർക്കും യൂസ് ചെയ്യാനുമുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹരിജൻസ് പോരാടിയത്. ആൻഡ് he himself cleaned toilets to dignify the work of Banki and pursued an upper caste to change the എന്ന് വെച്ചാൽ ഗാന്ധിജി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒറ്റയ്ക്ക് എന്ത് ചെയ്തു, ടോയ്ലറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്തു. എന്തിനാണ്? ഇവരുടെ ഒരു മൂല്യം അവരെ തിരിച്ചറിയിക്കാൻ വേണ്ടി. ഈ സ്വീപ്പേഴ്സിന്റെ അതുപോലെ തന്നെ അപ്പർ കാസ്റ്റിലുള്ള ആളുകളോട് ഗാന്ധിജി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സ് അല്ലെ കുറച്ച് എന്താണ് ഒരു മാറ്റൂ. നിങ്ങൾ എന്താന്ന് വെച്ചാല് ഈ ഒരു കുറച്ച് വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രകാശിപ്പിക്കൂ. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരും നിങ്ങളെപ്പോലെ തന്നെ തോന്നും എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് മെനി ദളിത് ലീഡേഴ്സ് വെർ കീൻ ഓൺ ഡിഫറെന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ടു ദ പ്രോബ്ലംസ് ഓഫ് കമ്മ്യൂണിറ്റി. അങ്ങനെ കുറെ ദളിത് ലീഡേഴ്സ് ഇതിനെതിരെ പോരാടി അല്ലെ. എന്ന് വെച്ചാൽ ഇത്തരം എൻട്രി അവർക്ക് ലഭിക്കണം. ഇൻ ഓർഡർ ടു ആക്സസ് ടു പബ്ലിക് വെൽസ്, ടാങ്ക്സ്,
roads and schools and to secure them entry into temples. Like, okay, they began organizing themselves. ഈ ദളിത് ലീഡേഴ്സ് തന്നെ അവരുടെ ഫോളോവേഴ്സ്, അവരുടെ പീപ്പിളിനെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്തു, ചില ഓർഗനൈസേഷൻ അവർ തന്നെ ഫോം ചെയ്തു. പിന്നെ അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാ മക്കളെ നോക്കിക്കേ. ഡിമാൻഡിങ് റിസർവ്ഡ് സീറ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരുടേതായിട്ടുള്ള റിസർവ്ഡ് സീറ്റിന് വേണ്ടി അവർ പോരാടി. ആൻഡ് സെപ്പറേറ്റ് electorate, they would choose Dalit members for legislative council. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എലക്ഷൻസ് ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്യണം, അവരുടെ ദളിത് മെമ്പേഴ്സിനെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതും അവർ പറഞ്ഞു. ഓക്കെ, പിന്നെ അവർ പറഞ്ഞത് പൊളിറ്റിക്കൽ എംപവർമെന്റ്, രാഷ്ട്രീയമായിട്ടുള്ള ശാക്തീകരണം കൊണ്ട് അവർ വിശ്വസിച്ച എല്ലാ വിധത്തിലുള്ള അവരുടെ പ്രോബ്ലംസും ഇല്ലാതാക്കാം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. വാട്ട് അബൌട്ട് തേർഡ് പോയിന്റ്? ദളിത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ദളിതിനെ, ഈ ഒരു ദളിത് ഗ്രൂപ്പിനെ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ it was therefore limited, particularly in the Maharashtra and Nagpur region where the organization was quite strong. ഇങ്ങനെ ദളിത് പാർട്ടിസിപ്പേഷൻ കൊണ്ട് എന്താണ് നാഗ്പൂർ റീജിയനിലും മഹാരാഷ്ട്ര റീജിയനിലുമുള്ള ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് കൂടുതൽ സ്ട്രോങ് ആയി മാറുകയാണ് ചെയ്തത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് നോക്കിക്കേ. ഡോക്ടർ BR അംബേദ്കർ, അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു ഓർഗനൈസേഷൻ വന്നു. എന്താണ്? ഓർഗനൈസ്ഡ് ദളിറ്റ്സ് ഇൻ ടു ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ ഇൻ 1930. ദളിറ്റ്സിനെ ഏത് ഇതിലേക്ക് ഒരു അസോസിയേഷൻ അവർ ഫോം ചെയ്തു. BR അംബേദ്കറിന്റെ ലീഡർഷിപ്പ് ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ദാറ്റ് ഇസ് ക്ലാഷ്ഡ് വിത്ത്, എന്തുമായിട്ടാണ് ക്ലാഷ് ആയത്? മഹാത്മാഗാന്ധി അറ്റ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഡിമാൻഡിങ് സെപ്പറേറ്റ് electrodes for Dalits. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മഹാത്മാഗാന്ധി ഡിമാൻഡ് ചെയ്തത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രേറ്റ്സ് ഫോർ ദളിറ്റ്സ് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ആണ് ഗാന്ധിജി ഡിമാൻഡ് ചെയ്തത്. ഓക്കെ, when the British government considered the Ambedkar's demand, Gandhi began a fast unto death. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് അംബേദ്കറിന്റെ ഡിമാൻഡ് അല്ലെ അംഗീകരിക്കുകയും പിന്നെ ഗാന്ധിജി പിന്നെ ആ ഒരു ടൈമിലാണ് എന്താണ് നിരാഹാര സമരം കിടക്കുകയും അദ്ദേഹത്തിന് ബിഗെയിൻ എ ഫാസ്റ്റ് അൺടു ഡെത്ത്, ഈ ഒരു ഇതിനാണ് അദ്ദേഹം മരണം വരെ പോരാടിയത്. He believed that separate electorates for Dalits would slow down the process of their integration into society. അപ്പോ ഗാന്ധിജി ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഈ ദളിറ്റ്സിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ദളിറ്റ്സിനെ എപ്പോഴും അപ്പർ കാസ്റ്റിലുള്ള ആളുകള് എന്താണ് അടിച്ചമർത്തിക്കൊണ്ടേ അവരുടെ സ്റ്റോറീസിലൊക്കെ പറയാറുള്ളൂ. അപ്പൊ ഇവരെ നമ്മുടെ ഇടയിലേക്ക് ദ പ്രോസസ് ഓഫ് ദിയർ ഇന്റിഗ്രേഷൻ ഇൻ ടു സൊസൈറ്റി ഷുഡ് ഹാപ്പൻ ഓൺലി ഇങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പോളിസീസ് ലോസ് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മളെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് അവർ ഇന്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, and Ambedkar ultimately accepted Gandhiji's position, and this result was the Pune Pact of September 1932. ഈ അംബേദ്കർ ഗാന്ധിജിയുടെ ഈ ഒരു എന്താണ് പൊസിഷനോട് അൾട്ടിമേറ്റ്ലി ആക്സെപ്റ്റഡ് ആയി. അങ്ങനെ വന്നൊരു പാക്ട് ആണ് പൂന പാക്ട് ഓഫ് സെപ്റ്റംബർ 1932. അതെന്താണ് പൂന പാക്ട് എന്ന് പറയുന്നത്? ഗേവ് ദ ഡിപ്രസ്ഡ് ക്ലാസസ് ലേറ്റർ ബി നോൺ ആസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അങ്ങനെ ഗാന്ധിജി അംബേദ്കറും ഉള്ള ലിങ്ക് കാരണമാണ് എന്ത് ആക്ട് വന്നത്? പാക്ട് വന്നത്. പൂന പാക്ട് എപ്പോഴാണ് നിലവിൽ വന്നത്? പൂന പാക്ട് മക്കളെ ഇറ്റ് ഈസ് ഇൻ സെപ്റ്റംബർ 1932. ആ ഒരു ടൈമിൽ ഈ ഒരു പാക്ടിന്റെ ഇതിന്റെ ബേസ്ഡ് അപ്പോൺ ആണ് ഈ ഡിപ്രസ്ഡ് ക്ലാസസ് എന്നുള്ള ടേം മാറിയിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള ടേമിലേക്ക് വന്നത്. റിസർവ്ഡ് സീറ്റ്സ് അവർക്ക് അങ്ങനെയുള്ള പറയുമ്പോൾ റിസർവ്ഡ് സീറ്റ്സ് ഉണ്ട് ഇവർക്ക്. പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള സെൻട്രൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലേക്ക് ദളിറ്റ്സിന് റിസർവ്ഡ് സീറ്റ്സ് ഉണ്ട്. ആൻഡ് ദേ വേർ ടു ബി വോട്ടഡ് ഇൻ ബൈ ദ ജനറൽ ഇലക്ടർ. അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും ഈ ഒരു പൂന പാക്ട് ഓഫ് സെപ്റ്റംബർ 1932 ബേസ്ഡ് അപ്പ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ മക്കളെ പറയുന്നത്. ആൻഡ് തേർഡ് പോയിന്റ് നോക്കിക്കേ, ദ ദളിത് മൂവ്മെന്റ് ഹൗവർ കണ്ടിന്യൂ ടു അപ്രിഹെൻസീവ് ഓഫ് കോൺഗ്രസ് ലെഡ് നാഷണൽ മൂവ്മെന്റ്. അങ്ങനെ ദളിത് മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു ഈ കോൺഗ്രസ് നാഷണൽ മൂവ്മെന്റ് ബേസ്ഡ് അപ്പ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പോലെ എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, and some of the Muslim political organizations in India were also lukewarm in their response to civil disobedience movement.
ഓക്കെ, അങ്ങനെ കുറെ മുസ്ലിം പൊളിറ്റിക്കൽ ഓർഗനൈസേഷനും ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ ജോയിൻ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദ ഡിക്ലൈൻ, അങ്ങനെ നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെന്റ് ഡിക്ലൈൻ ആയപ്പോ, അത് നിർത്തലാക്കിയപ്പോ ലാർജ് സെക്ഷൻ ഓഫ് മുസ്ലിംസ് എന്താണ് ഫെൽറ്റ് ഏലിയനേറ്റഡ് ദ കോൺഗ്രസ്. അങ്ങനെ കുറെ സെക്ഷൻ ഓഫ് മുസ്ലിംസ് കോൺഗ്രസിൽ നിന്ന് എന്താണ് സൈഡ് ലൈൻ ആക്കപ്പെട്ടു അല്ലെ. പിന്നെ ഫ്രം ദ മിഡ് 1920s the Congress came to be more visibly associated with openly Hindu religious nationalist groups like Hindu Mahasabha. അങ്ങനെ 1920s ആയപ്പോ കോൺഗ്രസ് പിന്നെ വിസിബിളി അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ് ഹിന്ദു മഹാസഭ റിലേറ്റഡ് ആയിട്ടാണ് അത് പിന്നെ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, മുസ്ലിംസ് എന്താണ് ഈ ഒരു ഇതില് മുസ്ലിംസുകൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്ത മൂലം എന്താണ് ഈ ഒരു നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെന്റോടെ എന്തായി മുസ്ലിംസുകളെ പിന്നെ ഒരു ഇതില്ലല്ലോ, പിന്നെ അവർ അറിയപ്പെട്ട ഈ കോൺഗ്രസ് മെയിൻലി ഇമ്പോർട്ടൻസ് നൽകിയത് നാഷണലിസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ഹിന്ദു മഹാസഭയിലാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. As relations between Hindus and Muslims worsened, each community organized religious. അപ്പൊ എന്താ കൂടുതൽ കോൺഗ്രസ്സുകാർ ഹിന്ദു മഹാസഭയെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ മുസ്ലിംസ് സൈഡ് ലൈൻ ആയി പോയി. അപ്പൊ ഇങ്ങനെ ഈ ഒരു റിലേഷൻ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഓരോ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷൻ ഫോം ചെയ്തു. പക്ഷെ ഓരോരുത്തരും വ്യത്യസ്തരായിട്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ക്ലാഷസ് ഉണ്ടാവും അല്ലെ. എന്താണ് as relations between Hindus and Muslims were worsened, each community organized religious processions with a militant fervor and provoking ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ ക്ലാഷസ് ഉണ്ടായി, റയോട്ട്സ് ഇൻ വേരിയസ് സിറ്റി. എവറി റയോട്ട് ഡീപ്പൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അങ്ങനെ രണ്ടുപേരും വ്യത്യസ്ത രീതിയിൽ ഓർഗനൈസേഷൻ ഫോം ചെയ്ത് എന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോ എന്താണ് അവിടെ ക്ലാഷസ് ഉണ്ടായി സിറ്റീസിൽ മൊത്തം. ദ കോൺഗ്രസ് ആൻഡ് ദ മുസ്ലിം ലീഗ് made efforts to renegotiate an alliance, and in 1927 it appeared that such a unity could be forged. അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ എന്താ അത്രയും കഠിനമായി പരിശ്രമിച്ച് എന്താണ് ഇവർ രണ്ടുപേരും ഒന്നാക്കണം എന്ന രീതിയിൽ ഒരു എന്താണ് ഒരു ദൃഢനിശ്ചയം അവരെടുത്തു. The important differences were over the question of representation in the future assemblies that were to be elected. മെയിൻലി ഇവർ തമ്മിൽ ഒരു എന്താ പറയാ ഒരു ഇൻഇക്വാലിറ്റി വരാൻ കാരണം, ഈ ഒരു ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റി വരാൻ കാരണം എന്താണ് ദ ക്വസ്റ്റ്യൻ ഓഫ് എങ്ങനെയാണ് റെപ്രസെന്റേഷൻ ഇതിൽ അവർക്ക് കൊടുക്കുക, കൂടുതൽ ഏത് കമ്മ്യൂണിറ്റിക്കായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, and Muhammad Ali Jinnah, one of the leader of Muslim League, was willing to give up the demand for separate electorates. Muslims were assured reserved seats in Central Assembly and representation in proportion. ഓക്കെ, അപ്പോ ഈ മുഹമ്മദ് അലി ജിന്ന ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിമാൻഡ് ചെയ്തതിൽ നിന്ന് പിൻവലിഞ്ഞു. എന്താണ് പറയുന്നത്, മുസ്ലിംസിന് ഇപ്പൊ കൂടുതൽ റിസർവ്ഡ് സീറ്റ് സെൻട്രൽ അസംബ്ലിയിൽ, അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഈ ഒരു ഇതിൽ കൊടുക്കുകയാണെങ്കിൽ, മുസ്ലിം ഡൊമിനേറ്റഡ് പ്രൊവിൻസസ് ആയിട്ടുള്ള ബംഗാൾ ആൻഡ് പഞ്ചാബിൽ കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ഇതിൽ നിന്ന് പിൻവലിയുന്ന പറഞ്ഞത് മക്കളെ, they were willing to give up the demand of separate electorates. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കിക്കേ. when the civil disobedience movement started was thus an atmosphere suspicion and distrust between community. ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് ഫോം ചെയ്തപ്പോ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റീസിൽ ഒരു എന്താണ് ഒരു അവജ്ഞ ആയിരുന്നു എന്നാണ് പറയുന്നത്. alienated from the Congress, last section of Muslim could not respond to the call for a united struggle. എന്ന് വെച്ചാല് ഈ കോൺഗ്രസ്സുകാരിൽ നിന്ന് അത്രയും അകലത്തിലായിപ്പോയി മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പൊ അവരെന്ത് പറഞ്ഞു, അവർക്ക് ഈ ഇവര് പറയുന്ന യുണൈറ്റഡ് സ്ട്രഗിൾ, ഹിന്ദു മുസ്ലിം ഒരു യുണൈറ്റഡ് സ്ട്രഗിളിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു എന്താ പറയാ ആ കോൺസെപ്റ്റിനോട് പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. ഓക്കെ, അങ്ങനെ മുസ്ലിം ലീഡേഴ്സ് അതുപോലെ തന്നെ ഇന്റലക്ച്വൽസ് എക്സ്പ്രസ് ചെയ്തു അവരുടെ ഒപ്പീനിയൻ. എന്താന്ന് വെച്ചാല് ഈ മുസ്ലിംസിന്റെ സ്റ്റാറ്റസ് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ മൈനോറിറ്റി സെക്ഷൻ ആയിട്ടാണ് എപ്പോഴും അവരെ കണ്ടിരുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം നമുക്ക്. മെനി മുസ്ലിം ലീഡേഴ്സ് ആൻഡ് ഇന്റലക്ച്വൽസ് എക്സ്പ്രസ്ഡ് ദിയർ കൺസേൺ അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് മുസ്ലിം ആസ് എ മൈനോറിറ്റി വിത്തിൻ ദ ഇന്ത്യ. പിന്നെയോ ദ ഫിയർ ദാറ്റ് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി ഓഫ് മൈനോറിറ്റി വുഡ് ബി സബ്മേഴ്സ്ഡ് അണ്ടർ ദ ഡൊമിനേഷൻ ഓഫ് ഹിന്ദു
മെജോറിറ്റി. നമ്മൾ പറഞ്ഞു കോൺഗ്രസ്സുകാർ കൂടുതൽ സപ്പോർട്ട് ഹിന്ദു മഹാസഭ. അപ്പൊ എന്താണ് ഇവർ വിചാരിച്ചു ഇവരെ കൂടുതൽ ഇവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന മൈനോറിറ്റി ആയിട്ടാണ് ഇപ്പോഴും ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആര് മക്കളെ? ഈ മുസ്ലിം ലീഡേഴ്സും മുസ്ലിം ഇന്റലക്ച്വൽസും. അപ്പൊ ഇവർ ഇങ്ങനെ മൈനോറിറ്റി സെക്ഷൻ ആയിട്ട് നിൽക്കുമ്പോൾ ഇവരുടെ കൾച്ചർ ഒക്കെ പെട്ടെന്ന് തന്നെ ഐഡന്റിറ്റിയോ കൾച്ചർ ഒക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റീന്റെ മുന്നിൽ ഒന്നുമില്ലാതാവും എന്നുള്ള രീതിയിൽ ഇവർ പേടിച്ചു നിൽക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി മക്കളെ? അല്ലെ, ഡിപ്രഷൻ ഫോമിൽ കുറെ പേർക്ക് എന്താണ് മെയിൻലി ഹൗ പാർട്ടിസിപ്പേറ്റഡ് സോ ദ മൂവ്മെന്റ്. കുറെ പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ. ആരൊക്കെയാണ്? പെസന്റ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള റിച്ച് പെസന്റ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഗുജറാത്തിലെ പാട്ടിഡാസ് എന്ന് പറയുന്ന റിച്ച് പെസന്റ് കമ്മ്യൂണിറ്റി ആൻഡ് ജാറ്റ്സ് ഓഫ് ഉത്തർപ്രദേശ് ഒക്കെ ആ ഒരു റീജിയൻസിലുള്ള പെസന്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോ ആ ഒരു ടൈമിൽ ഡിപ്രഷൻ വന്നുകൊണ്ട് തന്നെ ക്രോപ്സിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് തന്നെ പല രീതിയിൽ അവരുടെ ലൈവ്ലിഹുഡിനെ അത് ബാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ റിച്ച് പെസൻസ് ബിക്കം സപ്പോർട്ടേഴ്സ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ്. അവര് എല്ലാ തരത്തിലുള്ള ഇതും ബോയ്ക്കോട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നമുക്ക് ഫുൾ ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജ് നേടാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ളതിൽ 1931 ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ക്ലോസ് ഡൗൺ ചെയ്തപ്പോ അവരുടെ ഈ റവന്യൂ ടാക്സ് ഒന്നും ഇല്ലാതാക്കിയിട്ടൊന്നുമില്ല. 1932 വന്നപ്പോ പിന്നെ അവർ ആ മൂവ്മെന്റിൽ ചേരാനും പോയില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? ഫസ്റ്റ് വേൾഡ് വാറിലെ ഇന്ത്യൻ മെർച്ചന്റ്സും ഇൻഡസ്ട്രിയലിസ്റ്റും ഒക്കെ had made huge profits and become powerful. അല്ലെ, അവർക്ക് എന്ത് വേണം? ഈ ഒരു ഫോറിൻ ഗുഡ്സിന്റെ ഇമ്പോർട്ട്സിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ വേണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? കുറെ ബിസിനസ്സുകാർ കൂടിയിട്ട് രണ്ട് കമ്മിറ്റീസ് ഫോം ചെയ്തു. എന്തൊക്കെയായിരുന്നു ആ ഒരു ഓർഗനൈസേഷൻസ് മക്കളെ? ഇറ്റ് ഈസ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ കോൺഗ്രസ് ദാറ്റ് ഇസ് ഫൗണ്ടഡ് ഇൻ 1920 ആൻഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇൻ 1927. പിന്നെന്താണ്? അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്ന ഈ ഓർഗനൈസേഷനൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്ന പ്രൊമിനന്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആരൊക്കെയായിരുന്നു മക്കളെ? പറഞ്ഞേ. ഇറ്റ് ഈസ് പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ് ആൻഡ് GD ബിർല. ഓക്കെ, അവരൊക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്ത് വന്നത് അല്ലെ. പിന്നെ അങ്ങനെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫെയിലിയറിന് ശേഷം അവരെന്താണ് ബിസിനസ് ഗ്രൂപ്പ്സ് ഇവിടെ ഒരു എന്തൂസിയാസ്റ്റിക് ഗ്രൂപ്പായിട്ട് നിലനിന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടാണ് നിന്നത്. ഓക്കെ, അങ്ങനെ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ്സസ് ചില ആളുകളെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ ചില വർക്കേഴ്സ് ഇതിൽ ജോയിൻ ചെയ്തു. എന്താന്ന് വെച്ചാൽ അവര് എന്ത് ചെയ്തു? ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഫാക്ടറിയിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ ലോ വേജസ് കിട്ടുന്നതിനെതിരെ അവര് പറഞ്ഞു. അതുപോലെ തന്നെ അൺഹൈജീനിക് കണ്ടീഷനിലെ അവര് വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഇസ് വെരി ബാഡ്, അതിനെതിരെ പൊരുതി വന്നു. അങ്ങനെ കുറെ സ്ട്രൈക്സ് റെയിൽവേ വർക്കേഴ്സും അതുപോലെ തന്നെ ഡോക്ക് വർക്കേഴ്സും ഒക്കെ നടത്തി. ഓക്കെ, പിന്നെ But the Congress was reluctant to include workers' demands. ഒന്നും കോൺഗ്രസ് എന്താക്കിയില്ല, ഈ സ്ട്രഗിളിന്റെ ഭാഗമാക്കിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഡ്യൂറിങ് ഗാന്ധിജിന്റെ സോൾട്ട് മാർച്ചില് തൗസൻഡ്സ് കുറെ സ്ത്രീകൾ ഇതിൽ ടേക്ക് പാർട്ട് ചെയ്തെങ്കിലും അവരുടെ റാഡിക്കൽ വ്യൂസിന് ആ ഒരു ടൈം ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെയായി എന്നുള്ളതാണ് അല്ലെ. ഹൈകാസ്റ്റുള്ള ഫാമിലീസ്, ഹൈകാസ്റ്റുള്ള ഫാമിലീസ്, റിച്ച് പെസൻസ് ഹൗസ് ഹോൾഡിലുള്ള വിമൻ ആണ് കൂടുതലായിട്ട് ഇതിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. പിന്നെ Harijan or the Children of God organized satyagraha to secure them entry into the public. അതുപോലെ ഹരിജൻ ലോ കാസ്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ജോയിൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ടു സെക്യൂർ ദം എൻട്രി ഇൻ ടു ടെമ്പിൾസ് ആൻഡ് ആക്സസ് പബ്ലിക് വെൽസ് ആൻഡ് ടാങ്ക്സ്, റോഡ്സ് ആൻഡ് സ്കൂൾസ് അല്ലെ. അങ്ങനെ ഈ ഒരു സ്വീപ്പേഴ്സിന്റെ വാല്യൂ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഗാന്ധി ഹിംസെൽഫ് ക്ലീൻഡ് ടോയ്ലറ്റ്സ് ടു ഡിഗ്നിഫൈ ദ വർക്ക് ഓഫ് ബാങ്കി. ജസ്റ്റ് ബാങ്കി എന്ന് പറയുന്നത് ഗുജറാത്തി വേർഡ് ആണ്, ജസ്റ്റ് സ്വീപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, it is in order to give up the sin of untouchability abolish ചെയ്യണം അല്ലെ. but many Dalit leaders were keen on different political solution to the problems of community. Okay,
അങ്ങനെ അവർ തന്നെ പല ഓർഗനൈസേഷൻ, ദലിത് കമ്മ്യൂണിറ്റീസ് തന്നെ അവർ പല ഓർഗനൈസേഷൻസ് ഫോം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അവർ എന്തിനൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് ദലിത് കമ്മ്യൂണിറ്റീസ് മക്കളെ? demanding the reserved seats in educational institutions and a separate electorate that would choose Dalit members for legislative councils എന്ന് നമ്മൾ പറഞ്ഞു. മെയിൻലി അവർക്ക് വേണ്ടത് പൊളിറ്റിക്കൽ എംപവർമെന്റ് ആണ് അല്ലെ. അതുകൊണ്ട് ദലിത് പാർട്ടിസിപ്പേഷൻ ഇൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വാസ് therefore limited. ഓക്കെ, എന്താന്ന് വെച്ചാൽ കൂടുതൽ അവരുടെ ഓർഗനൈസേഷൻ കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും പിന്നെ നാഗ്പൂരിലായിരുന്നു അല്ലെ. ഓക്കെ, അങ്ങനെ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഈ ദലിറ്റ്സിന് ഉള്ള കമ്മ്യൂണിറ്റിന്റെ ഒരു അസോസിയേഷന്റെ പേരായിരുന്നു എന്ത് മക്കളെ? മക്കൾ പറഞ്ഞേ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് അസോസിയേഷൻ? ഇറ്റ് ഈസ് very good, it is Depressed Classes Association. That is formed in which year? ഏത് ഇയറിലാണ് അംബേദ്കർ ആ ഒരു അസോസിയേഷൻ ഫോം ചെയ്തത്? ഇറ്റ് ഈസ് ഇൻ 1930. അത് അങ്ങനെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഗ്രസിൽ മഹാത്മാഗാന്ധി അംബേദ്കറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഈ ഒരു ആവശ്യകത അവിടെ പറയുകയും അങ്ങനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് അംബേദ്കറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? അഗ്രി ചെയ്യുകയും ചെയ്തു. അങ്ങനെ he believed that separate electorates for Dalits would slow down the process of their integration. എന്ന് വെച്ചാൽ അങ്ങനെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഫോർ ദലിറ്റ്സ് വുഡ് സ്ലോ ഡൗൺ ദ എന്ന് വെച്ചാൽ ഗാന്ധിജി വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ദലിറ്റ്സിന് ഇലക്ട്രേറ്റ്സ് നടത്തുമ്പോൾ അത് അവർക്ക് നമ്മളിലേക്കുള്ള ഒരു അകലം കൂടുകയുള്ളൂ. നമ്മുടെ കൂടെ അവർ വോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കൂടുതൽ നമ്മളുമായിട്ട് അടുക്കാൻ പറ്റും അല്ലെ. അങ്ങനെ ഈ ഒരു പൂർണ്ണ പാക്ട് ഓഫ് സെപ്റ്റംബർ 1932 ഒരു പാക്ട് വരികയും ഈ ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറയുന്ന ടേം എന്ത് ടേമിലേക്ക് മാറുകയും ചെയ്തു മക്കളെ? ഏത് ടേമിലേക്കാ പിന്നെ ഡിപ്രസ്ഡ് ക്ലാസസ് ട്രാൻസ്ഫർ ആയത്? ഇറ്റ് ഈസ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള പേരിലായി അല്ലെ. അങ്ങനെ ദലിത് മൂവ്മെന്റ് എല്ലാത്തിലും കൺട്രി ബേസിൽ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സം ഓഫ് ദ പൊളിറ്റിക്കൽ മുസ്ലിം പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എല്ലാ രീതിയിലും അല്ലെ എന്ന് വെച്ചാൽ ഒരു സൈഡ് ലൈൻ ആയി പോയി എന്നുള്ള പറയാം അല്ലെ മുസ്ലിമുകള്. എന്ന് വെച്ചാൽ ഈ ഒരു കോൺഗ്രസ് ഒക്കെ കൂടുതലായിട്ട് ഹിന്ദു റിലീജിയസ് നാഷണലിസ്റ്റ് ഗ്രൂപ്പ്സിനെ അല്ലെ, ഹിന്ദു മഹാസഭ പോലുള്ള ഗ്രൂപ്പ്സിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മുസ്ലിംസ് എന്ന് വെച്ചാൽ അവർ ഭയപ്പെടുന്നു. അവരുടെ കൾച്ചറൊക്കെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റീനെ അവർ സുപ്പീരിയോറിറ്റി ആയിട്ട് കാണുമ്പോൾ ഞങ്ങളുടെ കൾച്ചർ അല്ലെങ്കിൽ ഐഡന്റിറ്റി പോവോ എന്നുള്ളൊരു അല്ലെ ഉള്ളിലൊരു ഭയം അവർക്കുണ്ട് അല്ലെ. അങ്ങനെയാണ് മുഹമ്മദ് അലി ജിന്ന, വൺ ഓഫ് ദി ലീഡേഴ്സ് ഓഫ് മുസ്ലിം ലീഗ്, വാസ് വില്ലിംഗ് ടു ഗീവ് അപ്പ്. എന്ന് വെച്ചാൽ അവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വേണ്ട, പക്ഷേ എന്താണ് മുസ്ലിംസ് വാണ്ട് ടു അഷ്യൂർ ദി റിസർവ്ഡ് സീറ്റ്സ് ഷുഡ് ബി ദേർ ഇൻ ദി സെൻട്രൽ അസംബ്ലി ആൻഡ് റെപ്രസെന്റേഷൻ ഇൻ പ്രൊപ്പോർഷൻ ടു പോപ്പുലേഷൻ ഇൻ ദ മുസ്ലിം ഡൊമിനേറ്റഡ് പ്രൊവിൻസസ് ലൈക്ക് ബംഗാൾ ആൻഡ് പഞ്ചാബ്. ഓക്കെ, അങ്ങനെ ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ആ ഒരു ടൈമിന് വെച്ചാൽ ഈ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ മുസ്ലിം ലീഡേഴ്സിന് അറിയാം, മുസ്ലിം ലീഡേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, അവരുടെ കൾച്ചറും ഐഡന്റിറ്റിയും എന്താണ് ഈ ഒരു മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ അവർ സബ്മേഴ്സ്ഡ് ആയി പോവോ എന്നുള്ള രീതിയിലാണ്. ഹിന്ദു മെജോറിറ്റിന് മുന്നിൽ നമ്മൾ മുസ്ലിം മൈനോറിറ്റി ഒന്നിലും ഇല്ലാതെ ഒന്നും നമ്മുടെ സംസ്കാരമൊക്കെ അവരുടെ മുന്നിൽ അരിഞ്ഞു പോവോ എന്നുള്ള ഒരു പേടിയാണ് അവർക്കുള്ളിലുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്ങിനെ കുറിച്ചാണ് അല്ലെ. എല്ലാവരെയും ഒരേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കാണാൻ പറ്റുക അല്ലെ. ഹിന്ദു മെജോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മുസ്ലിമിനെ എല്ലാത്തിനെയും ഒരു യൂണിറ്റി ഷുഡ് ബി ദെയർ അല്ലെ. ആ ഒരു യൂണിറ്റി ഉണ്ടാകുമ്പോഴേ എന്തുള്ളൂ, ഒരു അംബ്രല്ല ടേമിൽ നമുക്ക് ഇന്ത്യ എന്നൊരു അല്ലെ ഒരു ഇത് വെച്ച് നമുക്ക് നമ്മളെ കൺട്രീനെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരു ഇതിലും ഇതില്ലാതെ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുക, എല്ലാ പെർട്ടിക്കുലർ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്ന കൺട്രി അല്ലേ. എല്ലാവരെയും ഒറ്റ അംബ്രല്ല ടേമിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മുടെ അല്ലെ കൺട്രി ഒരു ഇൻഡിപെൻഡൻസ് ആവുകയും സെക്യുലർ കൺട്രി ആയി മാറുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിൽ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. താങ്ക് യു.